നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിലൂടെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആരുടെയും മതവികാരത്തെയോ വിശ്വാസത്തെയോ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു വൈദികനെ, ഒരു മതപുരോഹിതനെ പരസ്യമായിട്ട് വിമർശിക്കാനോ പരിഹസിക്കാനോ ഉദ്ദേശിച്ചല്ല. ഈ വിധ വിചാരങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ചിന്താശേഷിയുടെ വൈകല്യം മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈദികന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾക്കാനിടയായി. ഏതോ ഒരു ബൈബിൾ കൺവെൻഷനിലാണ് ഈ വൈദികൻ സംസാരിക്കുന്നത്. അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേല് ഈ ഒരു കാലുമേൽ ചറിയണം, വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുക എന്നതാണ് വൈദികന്റെ ഉദ്ദേശം. പിന്നെ സദസ്സിനെ കയ്യിലെടുക്കുന്ന ചിലരുണ്ടല്ലോ, അതായത് ഒരു വൈദികൻ ഇങ്ങനെ സംസാരിക്കാവൂ, ഒരു അധ്യാപകൻ ഇങ്ങനെ സംസാരിക്കാവൂ, അപ്പൊ ചിലർ ഇങ്ങനെയൊക്കെ പറയാവൂ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചാലും സദസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി, നമ്മളിലിരിക്കുന്ന ആശയം മറ്റുള്ളവരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടി പല നിലവാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയും കയറിപ്പോവുകയും ചെയ്യുന്നവരൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു മതപുരോഹിതൻ സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അച്ഛൻ ഇതിനകത്ത് പറയുന്നത്, നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് കൊണ്ട് നടക്കുകയാണ് ഒരു കാലിലെ കണങ്കാലിൽ ഈ കറുത്ത ചരട് കെട്ടുന്നത്. അപ്പൊ ഇവരെവിടെ നിന്നാണ് ഈ ട്രെൻഡ് കണ്ട് പഠിച്ചതെന്നറിയില്ല. പക്ഷെ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും വേശ്യകളാണ് ഇങ്ങനെ മറ്റുള്ള പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ സെക്സ് വർക്കിന് റെഡിയാണെന്ന് മറ്റുള്ളവരെ, പുരുഷന്മാരെ അറിയിക്കാൻ വേണ്ടി അതിനൊരു സിഗ്നലായി ഉപയോഗിക്കുന്നതാണ് ഈ കണങ്കാലിൽ ഒരു കാലിൽ കറുത്ത ചരട് കെട്ടുന്നത് എന്ന്. ഇങ്ങനെ ഒരു സംഭവം പലരും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, പലരും ഇങ്ങനെ വിചാരിച്ചു വെക്കുന്നുണ്ട്. മോശപ്പെട്ട സ്ത്രീകൾ എന്ന് കുറെ പേർ ചിന്തിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഈ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്ന സ്ത്രീകളാണ് ഇങ്ങനെ ഒരു കാലിൽ ചരട് കെട്ടുന്നതെന്ന്. പക്ഷെ ആരൊക്കെയോ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു വസ്തുതയില്ലാത്ത കാര്യമാണ്, ഒരാശയം, മനുഷ്യരുണ്ടാക്കിയെടുത്ത ഒരാശയമാണത്. അതിലൊരു അടിസ്ഥാനവുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെൺപിള്ളേര് കാലിൽ ചരട് കെട്ടുന്നുണ്ട്, കറുത്ത ചരട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പുരോഹിതന്മാരെ പോലെയുള്ള ആളുകളൊക്കെ വലിയ സദസ്സുമായിട്ട് സംവദിക്കുമ്പോൾ താൻ പറയുന്ന കാര്യത്തിന് എത്രത്തോളം ആധികാരികത ഉണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. കുട്ടികളെ ഉപദേശിക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. ഈ ഒരു കറുത്ത ചരടിന് ഒരുപാട് പാരമ്പര്യമുണ്ട് അല്ലെ. ഭാരതത്തിലൊക്കെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് ഈ കറുത്ത ചരടിന്റെ ഒരു സാന്നിധ്യം. ഇത് പ്രത്യേകിച്ച് ഒരു ആത്മീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും പറയാനുള്ളത് വിശ്വാസവുമായി ഈ കറുത്ത ചരടിനുള്ള ബന്ധമാണ്. കഴുത്തിൽ കറുത്ത ചരട് കെട്ടുന്നവരുണ്ട്, കയ്യിൽ കെട്ടുന്നവരുണ്ട്, ഇവിടെ ആരും കാണാതെ കെട്ടുന്നവരുണ്ട്, അരക്കെട്ടിൽ കെട്ടുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും മറ്റുള്ളവരെ കാണിക്കണം, മറ്റുള്ളവർ കണ്ടുകൂടാ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ ഒരു കാലിൽ കറുത്ത ചരട് കെട്ടിയിട്ട് നടക്കുന്നു. ഇത് നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതിരിക്കുക, അല്ലെങ്കിൽ ദൃഷ്ടി ഏൽക്കാതിരിക്കുക എന്നൊക്കെ വിശ്വസിക്കുന്നവരല്ലേ, അവരാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. നമുക്ക് നേരെയുള്ള ഒരാളുടെ കറുത്ത ദൃഷ്ടി, അല്ലെങ്കിൽ എന്താ ദുഷ്ട കണ്ണ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജികളൊക്കെ ഈ കറുത്ത ചരട് അതങ്ങ് ആവാഹിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളിൽ ഏൽക്കാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അധികം ആളുകളും അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ആത്മീയതയിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ ശനി ഗ്രഹവുമായി ബന്ധപ്പെട്ട നിറമാണ് ഈ കറുപ്പ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ ചിലർ കണങ്കാലിൽ കറുത്ത നൂല് കെട്ടിയാൽ സമ്പത്ത്, സമൃദ്ധി, ഭാഗ്യം ഇതൊക്കെ കൈവരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. മറ്റു ചിലർ രോഗശാന്തി കിട്ടും, പ്രത്യേകിച്ച് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ശാന്തിക്ക് വേണ്ടി ചിലർ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ പ്രാർത്ഥിച്ച് കാലിലൊക്കെ ചരട് കെട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൂർണ്ണമായിട്ടും ഇതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടികളാണെങ്കിലും ഇവിടെയുള്ള ആളുകളാണെങ്കിലും കെട്ടുന്നത്. ഇപ്പോൾ അവർക്ക് അങ്ങനെ കെട്ടുമ്പോൾ എന്തെങ്കിലും ഒരു സമാധാനം മനസ്സിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അതിന് ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളോ അടിത്തറകളോ ഇല്ലെങ്കിൽ പോലും അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് ദ്രോഹമില്ലാത്ത കാര്യമാണല്ലോ, നമുക്കൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവം ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അതിൽ നമ്മളാരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, നിനക്ക് വേണോ വരാൻ തയ്യാറാണ്, അപ്പൊ കാലിൽ നോക്കിയാൽ മതി, അവളെ പരിപാടിക്ക് കിട്ടും. പിന്നെ അച്ഛൻ പറയുന്ന മറ്റൊരു കാര്യം, ഒരു കാത് മാത്രം കുത്തുന്ന പുരുഷന്മാരെ കുറിച്ചാണ്. അവരൊക്കെ സ്വവർഗഭോഗികളാണ്, അല്ലെങ്കിൽ താൻ സ്വവർഗഭോഗിയാണ് എന്ന് മറ്റൊരാൾക്ക് സിഗ്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കാത് കുത്തുന്നതെന്നാണ്. കാതില് കമ്മലിടില്ലേ, അതും ഇതുപോലെ തന്നെയാണ്. ലെസ്ബിൻസ് ആണ് കാതിലിടുന്നത്. വിദേശത്ത് ഈ സ്വവർഗഭോഗിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇടുന്നത്. അതിൽ പ്രത്യേകിച്ച് അച്ഛൻ എടുത്ത് പറയുന്നുണ്ട് ഈ കടുക്കൻ ഇടുന്ന കാര്യമൊക്കെ. നമ്മുടെ ഭാരതത്തിൽ ഈ സിസ്റ്റം ഒക്കെ പണ്ടേ ഉണ്ട് എന്ന് പറയുന്നു. നമ്മുടെ പിള്ളേർക്ക് അറിയാൻ പാടില്ല, കാരണം
പണ്ട് തുടങ്ങി നമ്മുടെ കാരണവന്മാർ ഇടുമായിരുന്നു, അല്ലെങ്കിൽ കടുക്ക ഇടുമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അച്ഛൻ അറിയാഴികയല്ല എന്ന് മനസ്സിലായി. അതായത് നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ചില വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു ആചാരമാണ്, അവർക്കൊരു വലിയ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ കാതുകുത്ത് എന്ന് പറയുന്നത്. ആണുങ്ങളുടെ കാതുകുത്തിന്റെ കാര്യം പറയുന്നത്, പെൺകുട്ടികൾക്ക് പൊതുവേ കുത്താറുണ്ട്. അപ്പൊ നമ്മൾ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ പണ്ട് തൊട്ടുള്ള രാജാക്കന്മാരും എല്ലാം കാതുകുത്തിയിട്ടുള്ളവരാണ്. അതായത് ഹൈന്ദവ വിശ്വാസത്തിൽപ്പെടുന്ന ദൈവങ്ങളെ എടുത്ത് നോക്കിയാലും എല്ലാവരും കാതുകുത്തിയിട്ടുള്ളവരാണ്. അപ്പൊ കാതുകുത്തുന്നത് ഒരു പൗരുഷത്തിന്റെ ലക്ഷണമായി കൂടി കരുതി പോന്നിട്ടുണ്ട്. പിന്നെ ചിലർ ഈ കാതുകുത്തി അവിടെ ഒരു ഹോൾ ഇടുന്നതിനെ പ്രതീകാത്മകമായിട്ടാണ് കാണുന്നത്. എന്തിൻ്റെയാണ്? നമ്മുടെ ഈ പുറമേയുള്ള ബാഹ്യകർണങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത, അതിലൂടെ കേൾക്കുന്നതിലുപരിയായി നമുക്കൊരു ആന്തരിക കർണമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ചെവിയുണ്ട് അല്ലെ. നമ്മൾ മനസ്സിലൂടെ കേൾക്കേണ്ട കാര്യങ്ങൾ, ഒരാൾ പറയാതെ കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ കേൾക്കുക, അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാകുക എന്നൊരു വിശ്വാസം കൂടി ഈ കാതുകുത്തുന്നതിലൂടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ വിശ്വാസത്തിലും വലിയൊരു പൈതൃകത്തിലുമൊക്കെ വേരൂന്നിയ കാര്യങ്ങളാണ് ഈ കാതുകുത്ത് എന്ന ചടങ്ങൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സദസ്സിനെ കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ സദസ് അറിഞ്ഞ് സംസാരിക്കുക, അവർക്ക് രസകരമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ജനസമ്മതിക്ക്, ഒരു ഭൂരിപക്ഷത്തിൻ്റെ ശരിയാണ് പറയുന്നത്, കറക്റ്റ് എന്നുള്ള കയ്യടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ പോലും, അല്ല ഇനിയിപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, ഇങ്ങനെയൊന്നും കുട്ടികൾ ചെയ്യുന്നത് നല്ലതല്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നതെങ്കിലും, അതല്ല ഇനി ഇക്കാര്യങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യരുത് എന്നതാണ് ഉദ്ദേശമെങ്കിൽ പോലും, ഒരു വിഷയം നമ്മൾ ഒരു വലിയ സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ആധികാരികത എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ആരാധനയോടെ നോക്കുന്ന, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, തലയാട്ടി സമ്മതിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളാണ് ഈ പുരോഹിതന്മാരൊക്കെ. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും മതപുരോഹിതന്മാരെയൊക്കെ ഒരുപാട് പേർ ബഹുമാനിക്കുന്നതാണ്, അനുസരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട് അച്ഛനോട്. വിമർശിക്കുകയല്ല, പരിഹസിക്കുകയുമല്ല. പിന്നെ മറ്റൊരു കാര്യം, അവതരണം ഒന്ന് കൊഴുപ്പിക്കാനായിട്ടായിരിക്കും അച്ഛൻ ചില ഗ്യാസ് ഒക്കെ അടിച്ച് വിടുന്നത് കണ്ടു. എറണാകുളത്ത് ഏതോ ഒരു സ്ത്രീ ടൈറ്റ് ബനിയനൊക്കെ ഇട്ടിട്ട് അതിൽ ദിസ് ഈസ് ഫോർ യു എന്ന് ഫ്രണ്ടിൽ എഴുതി നെഞ്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ അച്ഛൻ എടുത്ത് പറയുന്നുണ്ട്. ഒരു ടൈറ്റ് പാൻസ് വിട്ട് ഇങ്ങനെ നെഞ്ചൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ടൈറ്റാനിക് ബനിയാനിട്ടുന്നതൊക്കെ ദിസ് ഈസ് ഫോർ യു. ബൈക്കില് അവരിട്ടിരുന്നത് ഒരു ലെഗിങ്സ് ആണ്. ലെഗിങ്സിന് ലെഗിയോൺ എന്നാണ് അച്ഛൻ പറയുന്നത്. ലെഗിയോൺ എന്ന പേരുള്ള ഒരു പിശാചൊക്കെ ബൈബിളിൽ ഉണ്ട്, ആ കഥകളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അത് ലെഗിയോൺ അല്ല അച്ഛ, ലെഗിങ്സ് ആണ്. ഇറുകി കിടക്കുന്ന, ടൈറ്റായിട്ട് കിടക്കുന്ന, കാലിനോട് ചേർന്ന് കിടക്കുന്ന പാൻറ്റിനെയാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. ശരിയാണ്, അത് പല ശരീരമൊക്കെ ഇത്തിരി വലുപ്പമുള്ള സ്ത്രീകൾക്കും കാലിനും തുടയ്ക്കുമൊക്കെ വണ്ണമുള്ള സ്ത്രീകളൊക്കെ ഈ സ്ലിറ്റുള്ള ടോപ്പുകളൊക്കെ ഇട്ടിട്ട് ഈ ലെഗിങ്സ് ഇടുന്നത് കാണുമ്പോൾ അതിലൊരു കാഴ്ചക്കാർക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അത് ഇടുന്നവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് അത് സംസാരിക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഇട്ടുകൊണ്ട് നടന്നിട്ട് ഫ്രണ്ടിൽ ദിസ് ഈസ് ഫോർ യു എന്ന് നെഞ്ചിലും എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കിൽ ക്യാച്ച് മീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പയ്യൻ ചെന്ന് അവരെ പിടിക്കുന്നു. അവർ എന്തിനാണ് പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ എഴുതി വെച്ചത് കൊണ്ടാണ് ഞാൻ പിടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഗ്യാസ് അടിച്ച് ഇടുന്നതെന്ന്. അപ്പോൾ ഒരു കണക്കിനൊക്കെ തള്ളുക ആരാണെങ്കിലും. പിന്നെ ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ലല്ലോ, തെറ്റാണല്ലോ ഇത്ര ആളുകളോട് പറയുന്നത് എന്ന് തോന്നുമ്പോൾ അത് തിരുത്തണം എന്ന് എനിക്കൊരു തോന്നലുണ്ടാകാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ആരെയും വേദനിപ്പിക്കാനല്ല, പരിഹസിക്കാനല്ല. പിന്നെ ഈ കറുത്ത നൂലിനെ പറ്റിയും കാതുകുത്തുന്നതിനെ പറ്റിയും ഒക്കെയുള്ള അറിവുകൾ ചിലർക്കെങ്കിലും പുതിയതായിരുന്നു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും.